ഇന്ന് തെലുങ്ക് നാട്ടിൽ നിന്ന് നമുക്കൊരു പുതിയ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ചിരുഗാരുവിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള, ഞാൻ പേര് വായിച്ചോട്ടെ, വലിയ പേര്, മനഃശങ്കരവരപ്രസാദ് ഗാർ. അവനറിയാം, പേരിന്റെ കൂടെ ഉള്ളതാണോ? അതെ അതെ അതെ. ഗാരു നമ്മുടെ സ്നേഹത്തോടെ നമ്മൾ ചിരുഗാരു. പടത്തിന്റെ പേരാ ഫുൾ ശങ്കര വരപ്രസാദ് ഗാരു. MSVP ജിജി അങ്ങനെ പറയാം. ഓ, വലിയ പേര്, അവിടെയും വലിയ പേരാ. സോ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടോ. നമ്മുടെ ചിരഞ്ജീവി നയൻതാരയൊക്കെ അഭിനയിച്ച പടമാണ്. അതൊരു പാട്ട് ഇറങ്ങിയപ്പം നമ്മുടെ കൈനഗരിയിൽ ആക്ച്വലി അതിന്റെ ഷൂട്ട് ചെയ്തിട്ട് ഒരു VFX-ൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. തുടങ്ങട്ടെ. പരസ്യമാണ് ആദ്യം തന്നെ അല്ലേ? ఫుల్ స్క్రీన్ పడవను ఎలాంటి క్రిమినల్ అయినా ఉత్తుకి పిండి ఆరేస్తారు. బ్యాక్గ్రౌండ్ తప్పు చేసినోడిని కోసి కారం పెడతాడు. കുടുംബ ചിത്രമാണോ? ഹിന്ദി സബ്ടൈറ്റിൽ കണ്ണാടി ഊരുതയില്ലല്ലോ അല്ലേ? ഡൈനാമിക് ലേഡി. ഓ, ആലപ്പുഴ. Stay out of my life. You better behave yourself. సరే వేలు చూపించి మాట్లాడతావు. ఏమనుకుంటా నువ్వు అంతగా తిట్టాలనుకుంటే లోపలికి వచ్చి తిట్టడం అందరు చూస్తున్నారు. ప్లీజ్ చిరుగారు అല്ലേ? శశి, ఏంటి? ఏం లేదు, నా వాట్సాప్ నెంబర్ కొంచెం అన్బ్లాక్ చేయవా ప్లీజ్. మనల్ని టార్చర్ పెట్టే పెళ్ళంతా బంధువుల్ని, మరీ ముఖ్యంగా అత్తగారిని మామగారిని ఆడుకుంటుంటే ఉంటుందయ్యా. സുഖായത് അണ്ണൻ പഴയ ഡോണാണോ? ഞാൻ കണ്ടോണ്ടേ പടത്തിൽ ഈ വെടിയും പടക്കമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. చూడడానికి మంచి ఫ్యామిలీ మ్యాన్లా ఉన్నావు, ఇలా మాస్ ఎంట్రీలు ఇస్తున్నావు ఏంటి? మాస్కే బాస్ లో ఉన్నావు, నువ్వు ఫ్యామిలీ సైడ్ రాలేదా ఏంటి? സംക്രാന്തി. ഓ, സംക്രാന്തിക്ക് ഹിറ്റ് അടിക്കുക എന്നുള്ളത് രവിപ്പുടിയുടെ ഒരു മെയിൻ സംഭവം തോന്നുന്നു. സംക്രാന്തി വസ്തുണ്ട അങ്ങനെ. അതായത് കഴിഞ്ഞ വർഷത്തെ സംക്രാന്തിക്ക് വസ്തുണ്ട എന്ന് പറഞ്ഞൊരു പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അദ്ദേഹത്തിന്റെ വെങ്കടേഷ്. അതും ഒരു ഫൺ ആക്ഷൻ പടം. അത് ഫൺ പടമാണ്. ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു. അതായത് ആ സിനിമയാണ് ദാക്കു മഹാരാജിനെ പൊട്ടിച്ചത്. ദാക്കു മഹാരാജിനെ അടിച്ച് മേടി വന്ന പടം. അപ്പോൾ ഈ വർഷത്തെ തെലുങ്കിൽ നിന്ന് അവരുടെ സംക്രാന്തി റിലീസാണ്. പക്ഷെ ചിരുകാർ കുറെ ഇതായിട്ടുണ്ട്, ഫോം ആയിട്ടുള്ള വരുന്നു. ഓവറാണ്, പക്ഷെ അത് ചിരു ഫാൻസിന് പുള്ളിയുടെ മറ്റേ ക്യൂട്ട്നെസ് ഒക്കെ. അതെ പുള്ളിയുടെ ക്യൂട്ട്നെസ്, കുണുങ്ങിയുള്ള അഭിനയമൊക്കെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലേ. പൂക്കി ചിരുകാരനെ കാണാൻ വേണ്ടിയുള്ള പടമാണിത്. നമുക്ക് പറ്റത്തില്ല കേട്ടോ, നമ്മൾ സീനിലില്ല, നമ്മൾ ട്രെയിലർ കണ്ടാൽ മതി. ആലപ്പുഴയുടെ കോമഡി ഒക്കെ ഇച്ചിരി ഓവർ ദി ടോപ്പ് ആണ്. ഈ അനിൽപൊടിയാണ് നമ്മുടെ ഭഗവത് കേസയുടെ ഡയറക്ടർ. സോ അത് ചോദിക്കും പുള്ളിയുടെ പടത്തിന്റെ റീമേക്ക്. അതെ അത് 9-ാം തീയതി പുള്ളിയുടെ പടത്തിന്റെ റീമേക്ക് വരുന്നു. 12-ാം തീയതി പുള്ളി പുതിയ പടം ചെയ്തു. കോയിൻസിഡൻസ് അല്ലേ? ഇത് അവിടെ ഹിറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് അവിടുത്തെ തെലുങ്ക് ഓഡിയൻസിനെ മാസ് ചെയ്യുന്നയാള് ഫാമിലി പടം ചെയ്യുന്നു, ഫാമിലി പടം ചെയ്യുന്നയാള് മാസ് ചെയ്യുന്നു. കാരണം അവർക്ക് ഈ മീറ്ററുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഓഡിയൻസിന് ഈ പടം ഭയങ്കരമായിട്ട് വർക്ക്. അതായത് ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഈ ടൈപ്പ് ഇങ്ങനെ മെറ്റാ കുറച്ച് ഹ്യൂമേഴ്സ് ഒക്കെ കാണും, അതൊക്കെ വർക്കാണ്. അതായത് മറ്റേ വൈഫിന്റെ മുമ്പിൽ കുറച്ച് പൂച്ചയെ പോലെ, പക്ഷെ ഞാൻ പഴയ ഡോണാടാ, തോക്ക് കിട്ടിയാൽ ഞാൻ സാധനമാണ്. വൈഫിനെ പേടിയുള്ള പഴയ ഡോണാണ് അല്ലേ? ഈ വർഷം വിജയരാഘവൻ ചെയ്തോളാം. അത് പിടിച്ചേർ.
പെഡിറ്റക്ട് അത് തന്നെ. അപ്പോൾ സോ നമുക്ക് ഇതിവിടെ ബാലേന്ദ്ര ചുള്ളിക്കാട് മണ്ടുവിട്ട സാധനം അത് ഏത് പടം അത് മറ്റേ പഴയ പോകുമ്പോ ആ പഴയ പോകുമ്പോൾ അത് തന്നെ. അപ്പം ഇന്ന് നമ്മളില്ല സീനില്ല, നമ്മൾ ട്രെയിലർ കാണുന്നു പോകുന്നു, പടം കാണുന്നതിനെ പറ്റി നമുക്ക് അറിയില്ല. പ്രിന്റ് വരുമ്പോ കാണാം, ഇവിടെ വരത്തില്ല. ഇവിടെ റിലീസ് ഉണ്ടോ? കൊച്ചി റിലീസ് ഉണ്ടോ? കൊച്ചിയിലല്ലേ, കൊച്ചിക്കാട്ട് കാര്യമില്ലല്ലോ, ഇവിടെ കണ്ടുണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം.